ഹായ് ഫ്രണ്ട്സ്, സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അടുക്കള തോട്ടത്തിലെ പച്ചക്കറി കൃഷിയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് കേട്ടോ. മഴയാണെങ്കിൽ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിത് പാകി മുളപ്പിച്ച തൈകളൊക്കെ അത് നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നടാനായിട്ട് വേറൊരു ബാഗിലേക്ക് നടാനായിട്ട് നമുക്ക് സമയം കിട്ടണില്ല, മഴ ഇങ്ങനെ നിൽക്കണ കാരണം കൊണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ വിത്തുകളൊക്കെ പാകി സിമ്പിളായിട്ട് മുളപ്പിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണാം കേട്ടോ. അതിനായി ഞാനിവിടെ ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ പൂച്ചെടികൾക്കും എല്ലാത്തിനും വേണ്ടി ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് മണ്ണ്. സാധാരണ മണ്ണും ചെമ്മണ്ണും പിന്നെ ചാണകപ്പൊടിയും ചകിരിച്ചോറും പിന്നെ ഇത്തിരി ചാരവും പിന്നെ നമ്മളെ വേപ്പ് മണ്ണാക്കൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ് നമ്മളിങ്ങനെ ഇതിന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ മണ്ണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ കണ്ടില്ല കുറച്ച് കല്ലും കട്ടകളൊക്കെ ഉണ്ടാവും, ചെമ്മണ്ണല്ല. അപ്പോൾ അതൊക്കെ ഇതേപോലത്തെ ഒരു ചൂല് വെച്ചിട്ട് ഇതേപോലെ മാറ്റി കളഞ്ഞ് നമുക്ക് ആ മണ്ണിനൊന്ന് വൃത്തിയിലെടുക്കണം. അപ്പോൾ അത് ഇതേപോലെ ചെയ്ത് ക്ലിയറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ഇതേപോലുള്ള ഗ്രോ ബാഗാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് നല്ല സ്ട്രോങ് സാധനമാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനിങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് വെള്ളം പോകാനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ഭാഗം മണ്ണ് നിറച്ചാൽ മതിയാവും. ഭാഗം മണ്ണ് നിറക്കണം എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഒന്നും കൂടി വളം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ വളം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി മണ്ണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഭാഗം മണ്ണ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഗ്രോ ബാഗിലും മണ്ണ് നിറച്ച് വെച്ച് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് വള്ളിപ്പയറാണ് ഞാനിവിടെ നടാൻ ഉദ്ദേശിക്കുന്നത്. വള്ളിപ്പയറൊക്കെ ഇപ്പോൾ നമുക്ക് മഴ കാരണം കൊണ്ട് പുറത്തിറങ്ങി ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ അതിനൊക്കെ വള്ളി ഇങ്ങനെ വലുതായി നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ട ഇത്രയും വലുതായിട്ടുണ്ട് ഈ സാധനം.